കുടുംബ മഹിമ, അന്തസ്സുള്ള കുടുംബം എന്നൊക്കെ വാക്ക് കേൾക്കാൻ നേരത്തെ ചില ആൾക്കാർക്ക് ചൊറിച്ചിലാണ്. ഇപ്പോഴും അങ്ങനെയൊക്കെ പറയാവോ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ വാക്കിനൊക്കെ വലിയ വലിപ്പമുള്ള അർത്ഥമുണ്ടെന്ന് ചിലപ്പോഴെങ്കിലും നമുക്ക് തോന്നുന്നത് ചില കോണ്ടന്റ് ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കാണുമ്പോൾ. ഈ അടുത്ത കാലത്തായിട്ട് പല വീഡിയോ ഞാൻ കാണുന്നുണ്ട്. വീട്ടിലെ കാര്യങ്ങൾ പബ്ലിക്കായിട്ട് പറയുന്ന ചില ഫാമിലി വ്ളോഗേഴ്സ് സ്വന്തം മോൾ ഒളിച്ചോടി പോകാൻ നേരത്തെ അച്ഛനും അമ്മയും കൂടെ രാത്രി 12 മണിക്ക് മുമ്പ് ഇരുന്ന് വീഡിയോ ചെയ്തിട്ടുണ്ട്. കരച്ചിലാവും. അമ്മയിരുന്ന് കരയാണ്. എന്ത് പറയുന്നത് അറിയാം, മോൾ ഒളിച്ചോടിപ്പോയി, അവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ട് വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഒളിച്ചോടിപ്പോയ മോള് അന്ന് രാത്രി 12 മണിക്കുള്ളിൽ കുളിച്ചൊരുങ്ങി പൊട്ടൊക്കെ ഇട്ട് പുള്ളിക്കാരി ഒരു സൈഡിൽ പുതിയ ഭർത്താവുമായിട്ട് വന്നിട്ട് പറയും എൻ്റെ അമ്മയും അച്ഛനും ഇങ്ങനെയാണ് എന്നുള്ളത്. ഇത് നേരിട്ട് നിങ്ങളങ്ങ് സംസാരിച്ചാൽ പോരെ. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഒരു പെൺകുട്ടി ഒളിച്ചോടിപ്പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സുള്ള വീട്ടുകാർക്കൊക്കെ നാണക്കേടാ ഇത് പുറത്തു പറയാൻ. ഞാനിങ്ങനെ പറയാൻ നേരം നിങ്ങൾ എന്നെ പല പേരും വിളിക്കുമായിരിക്കും. എനിക്ക് കുഴപ്പമൊന്നുമില്ല. നമ്മളെങ്ങനെയാണ്, നമ്മൾ ഒരു വീട്ടിലെ കാര്യമൊക്കെ പബ്ലിക്കായിട്ട് എവിടെയെങ്കിലും പറയുന്നവരാണോ? നമ്മുടെ വീട്ടിലൊക്കെ പല പ്രശ്നങ്ങളുണ്ട്, ആൾക്കാരുമായിട്ട് പ്രശ്നം ഉണ്ടാവും. ഇതൊക്കെ എല്ലാ വീട്ടിലും സ്വാഭാവികമാണ് എന്നും പറഞ്ഞ് നമ്മുടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മുമ്പിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റർ ഒട്ടിക്കുകയോ നമ്മുടെ വീട്ടിൽ ഇതുപോലുള്ള വിഷയങ്ങളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഒട്ടിക്കുന്നതിനെ നമ്മൾ എന്തോ പറയുന്നത്. ഇതിപ്പോൾ ഒരു ട്രെൻഡായി മാറിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ. ഇങ്ങനെയുള്ള ടീമിനെ വെറുക്കുന്നവർ ജസ്റ്റ് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇമാതിരി വ്ളോഗ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം ഞാൻ പറയാമല്ലോ, അന്തസ്സുള്ള കുടുംബം എന്നൊക്കെ പറയുന്നത്, അല്ലെങ്കിൽ തറവാടിത്തം എന്നൊക്കെ പറയുന്ന ചില വാക്കുകളൊക്കെ ഉണ്ട്. ചില വാക്കുകളൊക്കെ ശരിയായിരിക്കും, തറവാടിത്തം എന്നൊന്നും പറയുന്നത് തെറ്റായിരിക്കും. പക്ഷേ ഈ അന്തസ്സ് എന്നൊക്കെ പറയുന്നത്, അല്ലെന്നുണ്ടെങ്കിൽ അഭിമാനമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ എന്നൊക്കെ പറയുന്നതിനകത്ത് ചില അർത്ഥങ്ങളുണ്ട്. അത് നമുക്കിപ്പോൾ കറക്റ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു ഫാമിലി അന്തസ്സായി ജീവിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കുറച്ച് അർത്ഥങ്ങളുണ്ട്. അതിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ യൂട്യൂബിൽ. അച്ഛനും അമ്മയും കൂടെ മോളെ പറ്റി വീഡിയോ ചെയ്യുക, മോള് ഭർത്താവും കൂടെ അമ്മയെപ്പറ്റി വീഡിയോ ചെയ്യുക. ഈ ഉപ്പുമുളക് ലൈറ്റ് എന്ന് പറഞ്ഞ ചാനൽ കയറി നോക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇത് തന്നെ പരിപാടി. ആദ്യത്തെ മോള് കണ്ട് ഒളിച്ചോടിപ്പോയി അമ്മ അച്ഛനും കൂടെ വീഡിയോ ചെയ്യും. പിന്നെ ഇവർ തമ്മിൽ കൂട്ടിമുട്ടും, വീട്ടിലേക്ക് വരും, സ്നേഹം പങ്കിടും, വീഡിയോ ചെയ്യും. അമ്മയ്ക്കും മോക്കും ഓരോ യൂട്യൂബ് ചാനലിൽ ഇവർ ആഘോഷമായിരുന്നു. ഇപ്പോൾ ഇളയ മോൾ ഒളിച്ചോടിപ്പോയെന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ടൊരു വിഷയം. നമ്മൾ ഈ മാതിരി അളിഞ്ഞ പരിപാടി എടുക്കാത്തതാണ്. പക്ഷേ സൊസൈറ്റിയിലായിട്ടാണ് ഇവർ വിടുന്നത്. എന്ത് മെസ്സേജാണ് നിങ്ങൾ കൊടുക്കുന്നത്? യൂട്യൂബിലൊക്കെ നമ്മളെ ഇപ്പം നാട്ടിൽ കാലത്തിൻ്റെ മാറ്റം അനുസരിച്ച് നമ്മുടെ നാട്ടിലൊക്കെ ഈ ആൻഡ്രോയിഡ് ഫോണുകൾ വന്നപ്പോൾ നമ്മുടെ നാട്ടിലെ ചേച്ചിമാരുടെ കയ്യിലേക്ക് ഇതെത്തി. ഇവർ യൂട്യൂബ് കിട്ടിയപ്പോൾ നേരെ പോയിരിക്കുന്നത് ഇതുപോലുള്ള കുറച്ച് ആൾക്കാരുടെ ചാനലിലേക്കാണ്. ഇവർക്ക് കണ്ണൂർ സീരിയൽ കണ്ടുകൊണ്ടിരുന്ന ചേച്ചിമാർക്ക് ഇപ്പോൾ റിയൽ ലൈഫിൽ ഇതുപോലുള്ള സാധനം കാണാൻ നേരത്ത് ഭയങ്കര സുഖമാണ്. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് നോക്കണം. ഈ വീഡിയോസിൻ്റെയൊക്കെ ഈ മോൾ ഒളിച്ചോടി പോയെന്നും അല്ലെങ്കിൽ മോക്ക് ഗർഭമാണെന്നും മോളുടെ സ്വഭാവം ഇങ്ങനെയാണെന്ന് പറയുന്ന ചില ചാനൽസ് ഉണ്ട്. ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സ് നോക്കിക്കഴിഞ്ഞാൽ മഹാഭൂരിപക്ഷം 99% സ്ത്രീകളാണ് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരുടെയൊക്കെ കമൻറ്റ് കാണണം. ഈ പെൺകുട്ടിയുമായി ബന്ധപ്പെട്ട് ആ ചാനലിൻ്റെ കമൻറ്റ് വന്ന ഇങ്ങനെയാണ്: കുഞ്ഞാ, മുടി കൊഴിച്ചിലുണ്ടല്ലോ, മുടി നന്നായി നോക്കിട്ടോ, ടെൻഷനൊന്നും അടിക്കണ്ടട്ടോ നീ എന്നുള്ള രീതിയിൽ കമൻറ്റ്. ഡെയിലി വീഡിയോ അപ്ലോഡും ചെയ്യണം കുഞ്ഞാ എന്നൊക്കെ പറയുന്നുണ്ട്. കുഞ്ഞാ മുടി കൊഴിച്ചിലുണ്ട് എന്നുള്ള രീതിയിൽ അത് നേരത്തെ ഞാൻ വായിച്ചാണ്. ഇങ്ങനെയുള്ള അച്ഛനും അമ്മയും കിട്ടിയിട്ട് ഈ കുട്ടി ഇങ്ങനെ കുഞ്ഞാ നീ അനുഭവിക്കും, കാലം നിനക്ക് തെളിച്ചു തരും, നിങ്ങളെ എനിക്ക് ജീവനാണ് എന്നുള്ള രീതിയിലൊക്കെയാണ് കമൻറ്റ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതുപോലെ തന്നെ വേറൊരു യൂട്യൂബ് ചാനലുണ്ട്, പ്രവീൺ പ്രണവ് എന്ന് പറഞ്ഞ വീട്ടിൽ. അടുത്ത സമയത്ത് ഇവരമ്മ എന്തോ സ്നേഹമായിരുന്നു, എന്തോ അഭിനയമായിരുന്നു എന്നറിയോ ഈ ഫാമിലി. ഇവർ തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിപ്പോൾ എല്ലാ വീട്ടിലുള്ളതാണ്. ശരി, ഇവർ തമ്മിൽ പ്രശ്നം. ഇവർ ഈ ക്യാമറയുടെ മുമ്പിൽ അഭിനയമായിരുന്നു. അച്ഛൻ മരുമോ കുമ്മ കൊടുക്കുന്നു, ചേട്ടനും അനിയനും കൂടെ ഡാൻസ് കളിക്കുന്നു, ചേട്ടനും ചേട്ടൻ്റെ വൈഫും അനിയനും കൂടെ എന്താ സ്നേഹം. അല്ലെങ്കിൽ ഇങ്ങനെ അവർ ഫുഡ് ഉണ്ടാക്കുന്നു, ട്രാവൽ ചെയ്യുന്നു, ഡാൻസ് കളിക്കുന്നു, അവസാനം ഇടിയായി ബഹളമായി ഗർഭിണിയായ പെൺകുട്ടിയെ ചവിട്ടിയെന്ന് വരെയായി ഭയങ്കര കച്ചറ. ഇതെല്ലാം പബ്ലിക്കായിട്ട് വന്നിട്ട് ആരോട് പറയും? നാട്ടുകാരോട് പറയും. അവസാനം നാട്ടുകാർ കമൻറ്റ് ഇടുമ്പോൾ ഇവർ പറയുന്നത് പറയുന്നു, നാട്ടുകാർ ചില ആൾക്കാരാണ് ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ ആക്കിയെന്ന് പറയും. അന്തസ്സായിട്ട് ജീവിച്ചുകൂടെ നിങ്ങൾക്കൊക്കെ? വീട്ടിൽ പ്രശ്നമില്ലാത്തവരാണോ നമ്മുടെയൊക്കെ? നിങ്ങളുടെ വീട്ടിൽ പ്രശ്നമില്ലേ? എൻ്റെ വീട്ടിലും പ്രശ്നമുണ്ട് എന്നും പറഞ്ഞ് യൂട്യൂബ് തുറന്ന് വെച്ചിട്ട് എൻ്റെ അച്ഛൻ അത് ചെയ്തു, എൻ്റെ അമ്മ അത് ചെയ്തു, എൻ്റെ ഭാര്യ അത് ചെയ്തു, എൻ്റെ കാമുകി അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞിരുന്ന് സംസാരിക്കുന്നവരെ എന്ത് പേരിട്ട് നമ്മൾ വിളിക്കും? ആ പേര് നിങ്ങൾ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന പേര്. ഇങ്ങനെ വീഡിയോ ഇടുന്നവരെ എന്ത് പറയണം എന്ന് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നമ്മുടെ നാട്ടിൻ പുറത്ത് പറയുന്ന പല പേരുകളുമുണ്ട്. ഇതുപോലെ കുറേ ടീം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ട്. ഒളിച്ചോടിപ്പോയ മോളെ ഫോണിനകത്തൂടെ ഉപദേശിക്കുന്ന അച്ഛനും അമ്മയും യൂട്യൂബിനകത്തൂടെ ഉപദേശമാണ് നാട്ടുകാരെ മുഴുവൻ കാണിച്ചുകൊണ്ട്.
മോൾ ഒളിച്ചോടി പോയ മോളും ഭർത്താവും കൂടി ഇരുന്ന് ഒരു സൈഡിൽ ഇരുന്ന് അവിടെ ഇരുന്ന് ഉപദേശമാണ്. എന്ത് ഫോൺ ചെയ്ത് പറഞ്ഞാൽ തീരുന്ന കാര്യമല്ലേ ഉള്ളൂ അല്ലേ? ഇപ്പം കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്തസ്സായി ജീവിക്കുക, അന്തസ്സുള്ള കുടുംബം എന്ന വാക്കിനൊക്കെ വലിയ വലിപ്പം ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുക. നമ്മുടെ നാട്ടിലുള്ള സൊസൈറ്റിയിലൊക്കെയാണ് ഇതുപോലുള്ള വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നത്. മിനിമം വീട്ടിലെ കാര്യം ഉണ്ടായിരിക്കാനുള്ളൊരു ഇത് കാണിക്കണം കേട്ടോ, മിനിമം. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇരവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലേ ഇങ്ങനെ പറഞ്ഞില്ലേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നി ഇതുപോലുള്ള വ്ലോഗ് ചെയ്യുന്ന ആൾക്കാരെ പറ്റി? സ്വന്തം വീട്ടിൽ മക്കൾ ഒളിച്ചോടി പോയി കഴിഞ്ഞാൽ അച്ഛനും അമ്മയും യൂട്യൂബിൽ ഒന്ന് വീഡിയോ ഇടുക, ഒളിച്ചോടിപ്പോയ പെണ്ണും ഭർത്താവും കൂടെ വീഡിയോ ഇടുക. ഇത് റിപ്പീറ്റഡിയാണ്. ആൾക്കാർക്ക് തന്നെ മടുപ്പായി ഇവരുടെയൊക്കെ വീഡിയോയ്ക്കകത്ത്. മൂത്തമോളും പോയി വീഡിയോ ഇട്ടു, അന്നും അച്ഛനും അമ്മയും കരച്ചിലായിരുന്നു. പിന്നെ പെൺകുട്ടി തിരിച്ചു വരുന്നു, കെട്ടിപ്പിടിക്കുന്നു, ഉമ്മ കൊടുക്കും. ഇളയ കുട്ടിയും പോകുന്നു. അതുമായി ബന്ധപ്പെട്ടും ഇപ്പോൾ വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം.